കാവേരി നദിക്ക് പുരാതന തമിഴ് ഗ്രന്ഥങ്ങളിൽ പൊന്നി എന്നും ഒരു വിളിപ്പേരുണ്ട്. ഈ പൊന്നിയുടെ മകൻ എന്നാണ് പൊന്നിയിൻ സെൽവൻ എന്ന വാക്കിന്റെ അർത്ഥം. കാവേരി നദീതടത്തിൽ ഉദ്ഭവിച്ച് പിന്നീട് കടൽ കടന്നു പോലും വ്യാപിച്ചു കിടന്ന ബൃഹത്തായ ചോള സാമ്രാജ്യത്തിന്റെ മഹാനായ ചക്രവർത്തി രാജരാജ ചോളൻ ഒന്നാമനായിരുന്നു ഈ പൊന്നിയിൻ സെൽവൻ എന്ന് പറയപ്പെടുന്നു. എന്നാൽ അദ്ദേഹമല്ല, രാജരാജ ചോളന്റെ പടത്തലവനായ വല്ലവരയ്യൻ വന്ധ്യദേവനാണ് ഈ പൊന്നിയിൻ സെൽവൻ എന്നൊരു മറുവാദവും നിലനിൽക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആരായിരുന്നു ഈ ചോളന്മാർ? എന്തായിരുന്നു ഈ ചോള സാമ്രാജ്യം? എങ്ങനെയാണ് അവർ ഉദ്ഭവിച്ചത്? എങ്ങനെയാണ് അവർ ഭരണം നടത്തിയത്? എങ്ങനെയാണ് അവർ ഭരണത്തിൽ നിന്നും പുറത്തുപോയത്? നമസ്കാരം, എൻ്റെ പേര് അനുരാഗ്. ഇന്ന് പറയാൻ പോകുന്നത് ക്ഷേത്ര ചുമരുകളിലും അശോക ചക്രവർത്തിയുടെ ശിലാലിഖിതങ്ങളിലും കൊത്തിവെക്കപ്പെട്ട ഒരു സുവർണ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രമാണ്. കഥകളിലും നോവലുകളിലും സിനിമകളിലും പറയുന്ന ഫിക്ഷൻ ആയിട്ടുള്ള കഥയല്ല നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, അവർക്ക് പരീക്ഷകൾക്ക് എഴുതാൻ സാധിക്കുന്ന യഥാർത്ഥ ചരിത്രമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. പറ്റുന്നവരെല്ലാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് നേരെയാ ചരിത്രത്തിലേക്ക് പോവാം. 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോള രാജവംശം. ഇവരെ ചോള രാജവംശം എന്നും പറയാറുണ്ട്. ഒരു കാലത്ത് ഇവർ തമിഴ്നാട്ടിൻ്റെ കാവേരി നദീ തീരങ്ങളുടെ ഭാഗങ്ങളിൽ മാത്രമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഇവരുടെ സാമ്രാജ്യം അല്ലെങ്കിൽ സ്വാധീനം വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയുണ്ടായി. ഉദാഹരണത്തിന് കേരളത്തിൻ്റെ തീരങ്ങളിലേക്കും കർണാടകയിലേക്കും ബംഗാളിലേക്കും ഗംഗാതീരങ്ങളിലേക്കും എന്തിന് ഇന്നത്തെ കാലത്ത് വിദേശ രാജ്യങ്ങളായ ശ്രീലങ്കയിലേക്കും മാലിദ്വീപിലേക്കും ഇന്തോനേഷ്യയിലേക്കും എല്ലാം ഇവരുടെ ഭരണമോ സ്വാധീനമോ ഒരു കാലത്ത് വ്യാപിച്ചു കിടന്നിരുന്നു. ചോളന്മാരുടെ ചരിത്രം 4 കാലഘട്ടങ്ങളിലാണെന്ന് പറയാം. ആദ്യകാല ചോളന്മാർ, സംഘകാല ചോളന്മാർ, സാമ്രാജ്യത്വ മധ്യകാല ചോളന്മാർ, പിൽക്കാല ചോളന്മാർ. ആദ്യകാല ചോളന്മാരെ കുറിച്ച് നമുക്ക് അത്രയും തെളിവുകളൊന്നുമില്ല. എങ്കിലും സംഘകാല കൃതികളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇതിൽ പലതും ഭാവനകൾ കലർത്തിയ കഥകൾ മാത്രമാണ്. കരികൻ എന്ന തങ്ങളുടെ പൊതുപൂർവികനായ രാജാവിൻ്റെ പിൻതലമുറയാണ് തങ്ങളെന്നാണ് ചോളന്മാർ വിശ്വസിച്ചിരുന്നത്. രാജാവിൻ്റെ പിൻതലമുറയാണ് തങ്ങളെന്ന് കരുതിയ ചോളന്മാർ പക്ഷേ 9-ാം നൂറ്റാണ്ടിന് മുൻപ്, CE 9-ാം നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചിരുന്നത് പാണ്ഡ്യ പല്ലവ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. തമിഴ്നാടിനെ 2ആയി തിരിച്ചുകൊണ്ട് ഉത്തരഭാഗം കാഞ്ചീപുരം തലസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് പല്ലവ രാജവംശമായിരുന്നു. അതേസമയം തമിഴ്നാടിൻ്റെ ദക്ഷിണഭാഗം മധുര തലസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് പാണ്ഡ്യ രാജവംശമായിരുന്നു. പല്ലവ രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന കാവേരി നദിയുടെ വടക്കൻ ഭാഗങ്ങൾ ആ സമയത്ത് ഭരിച്ചിരുന്നത്, അതായത് CE 9-ാം നൂറ്റാണ്ടിന് മുൻപ് ഭരിച്ചിരുന്നത് മുത്തരയ്യർ എന്ന് പറയുന്ന ഒരു കുടുംബമായിരുന്നു. ഈ കുടുംബം രാജാവിൽ നിന്ന് പ്രത്യേക ഒരു അവകാശങ്ങളുള്ള കുടുംബമായിരുന്നു, അധികാരങ്ങളുള്ള കുടുംബമായിരുന്നു, ഒരു പ്രമാണി കുടുംബമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ സമയത്ത് തമിഴ്നാടിൻ്റെ 2 ഭാഗങ്ങൾ ഭരിച്ചിരുന്ന രാജവംശങ്ങൾ തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. പാണ്ഡ്യ പല്ലവ യുദ്ധം നടക്കുകയാണ്. ഈ സമയത്ത് വിജയാലയ ചോളൻ ഈ കാവേരി നദിയുടെ വടക്കൻ ഭാഗങ്ങളിൽ മുത്തരയ്യർ കുടുംബം ഭരിച്ചിരുന്ന സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അതുകൂടാതെ 2 രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടത്തുകയാണ്. ഇവർ കുറച്ചുകൂടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് ഒരു ചോള രാജ്യം സ്ഥാപിക്കുകയാണ്. അതായത് ഔദ്യോഗികമായി 9-ാം നൂറ്റാണ്ടിൽ സാമ്രാജ്യത്വ മധ്യകാല ചോള സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വിജയാലയ ചോളനായിരുന്നു. ചോളന്മാരുടെ വിശ്വാസപ്രകാരം 3 നൂറ്റാണ്ടോളമാണ് അധികാരമില്ലാതെ അവർ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം വന്ന ചോള ഭരണത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് വന്ന ചോള ഭരണത്തിൻ്റെ പ്രത്യേകതകൾ ഏറെ പ്രസിദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രാജഭരണമാണ്. രാജാവാണ് പരമാധികാരി. അതുപോലെ രാജാവിൻ്റെ മകനായിരിക്കും അടുത്ത രാജാവ്, അതായത് മക്കത്തായമാണ് അവിടെ നിലനിന്നിരുന്ന സിസ്റ്റം. അതുപോലെ രാജശാസനകളിലൂടെയാണ് ഭരണം നിയന്ത്രിക്കപ്പെടുന്നത്. മന്ത്രിമാരുണ്ടാവും, ഉദ്യോഗസ്ഥരുണ്ടാവും. അങ്ങനെ ഒരു കേന്ദ്ര ഭരണമാണ് പൊതുവെ ഭരണം നടത്തുക. അതുകൂടാതെ ഒലൈനായകം എന്ന് പറയുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥർക്കെല്ലാം രാജശാസനകൾ എത്തിച്ചു കൊടുക്കുക. ഇത് പ്രകാരമായിരിക്കും ഭരണം നിയന്ത്രിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണാവകാശം ഉണ്ട് എന്നത് ചോള രാജവംശത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്ന് 4ആയിട്ട് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളെ തരംതിരിച്ചുകൊണ്ടാണ് ചോള രാജവംശത്തിൽ ഭരണം നടക്കുന്നത്. അതുകൂടാതെ ഭരണത്തിന് വേണ്ടി 2 സമിതികളും ഉണ്ട്. ഊർ എന്നറിയപ്പെടുന്ന സമിതിയിൽ സാധാരണ ഗ്രാമീണർ എല്ലാവരും ഉണ്ടാവുമെങ്കിൽ സഭ എന്നറിയപ്പെടുന്ന സമിതിയിൽ ബ്രാഹ്മണർ മാത്രമാണ് ഉണ്ടാവുക. ബ്രാഹ്മണർ മാത്രമുള്ള സഭ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചരിത്രപരമായി ശരിയാണോ എന്ന് തോന്നാം. എന്നാൽ നമ്മുടെ കേരളത്തിൽ അടക്കം പഠിപ്പിക്കുന്ന NCERT, SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ, വിവിധ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ പരാമർശം വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കത്തായ പ്രകാരം ചോള രാജവംശങ്ങളിൽ രാജാക്കന്മാർ മാറി മാറി വരുന്നു. വിജയാലയ ചോളന്റെ മകൻ ആദിത്യ ഒന്നാമനും അദ്ദേഹത്തിൻ്റെ മകൻ പരാന്തക ഒന്നാമനും അദ്ദേഹത്തിൻ്റെ മകൻ അരിഞ്ചയ ചോളനും അദ്ദേഹത്തിൻ്റെ മകൻ പരാന്തകൻ രണ്ടാമനും രാജാക്കന്മാരാവുന്നുണ്ട്.
പരാന്തകൻ രണ്ടാമൻ്റെ കാലമായപ്പോഴേക്കും ഈ ചോള രാജവംശം ആദ്യം പാണ്ഡ്യന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത പല സ്ഥലങ്ങളും പാണ്ഡ്യന്മാർ തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ചോള സാമ്രാജ്യം ചെറുതായി വരികയാണ്. എന്നാൽ പരാന്തകൻ രണ്ടാമൻ പാണ്ഡ്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മധുരയെ ചെന്ന് ആക്രമിച്ച് വീരപാണ്ഡ്യനെ പരാജയപ്പെടുത്തി അതുകൂടെ ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഈ കാര്യം ചെയ്തതുകൊണ്ട് തന്നെ, മധുര തിരിച്ചു പിടിച്ചത് കൊണ്ട് തന്നെ മധുരയെ കൊണ്ട പരാന്തകൻ എന്നും പരാന്തകൻ രണ്ടാമൻ അറിയപ്പെടുന്നുണ്ട്. ഇതേ പരാന്തകൻ രണ്ടാമൻ്റെ അല്ലെങ്കിൽ മധുരയെ കൊണ്ട പരാന്തകൻ്റെ മകനാണ് രാജരാജ ചോളൻ ഒന്നാമൻ. അദ്ദേഹം ജനിക്കുന്ന സമയത്ത് അരുൾമൊഴി വർമ്മൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അതിൻ്റെ അർത്ഥം സോഫ്റ്റ് സ്പീക്കിംഗ് മാൻ എന്നൊക്കെ പറയാം. വളരെ മൃദുവായി മാത്രം സംസാരിക്കുന്ന ആളെന്ന രീതിയിലുള്ള ഒരു പേരായിരുന്നു. എന്നാൽ ഒരിക്കൽ ഒരു പുഴയിലൂടെ പോകുന്ന സമയത്ത്, കാവേരി നദിയിലൂടെ പോകുന്ന സമയത്ത് അദ്ദേഹം നദിയിലേക്ക് വീണു പോവുകയാണ്. ആ സമയത്ത് എല്ലാവരും ഇദ്ദേഹം മരിച്ചു എന്ന് കരുതുന്നു. എന്നാൽ അത്ഭുതകരമായി ഇദ്ദേഹം രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കാവേരിയുടെ മകൻ, പൊന്നിയുടെ മകൻ എന്ന അർത്ഥത്തിൽ പൊന്നിയിൻ സെൽവൻ എന്ന് ഇദ്ദേഹം അറിയപ്പെടുകയാണ്. ഇങ്ങനെ പൊന്നിയിൻ സെൽവൻ എന്നറിയപ്പെടാൻ കാവേരി നദിയുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ടായതും അത് പ്രചരിച്ചതുമെല്ലാം ചരിത്രമല്ല, വെറും കഥ മാത്രമാണ്. നോവലുകളിലും സിനിമകളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കഥ മാത്രമാണ്. എങ്കിലും പൊന്നിയിൻ സെൽവൻ എന്ന് രാജരാജ ചോളൻ വിളിക്കപ്പെടാനുള്ള കാരണമായി പരക്കെ പ്രചരിക്കുന്നത് ഈ കഥ തന്നെയാണ്. പരാന്തകൻ രണ്ടാമന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ രാജരാജ ചോളൻ ഒന്നാമൻ രാജാവായിട്ട് മാറുന്നുണ്ട്. തഞ്ചാവൂരിലെ വളരെ പ്രസിദ്ധമായ ബൃഹദീശ്വര ക്ഷേത്രം ഇദ്ദേഹം തന്നെ സ്ഥാപിച്ചതാണ്. അതുകൂടാതെ തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു ഈ ചോള രാജവംശം അത്രയും കാലം ഉണ്ടായിരുന്നത്. അതിൻ്റെ അതിർത്തികൾ വ്യാപിപ്പിക്കാൻ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തീരങ്ങളിലേക്കും ശ്രീലങ്കയിലേക്കും മാലിദ്വീപിലേക്കും ലക്ഷദ്വീപിലേക്കും എല്ലാം ഈ സാമ്രാജ്യത്തെ വ്യാപിപ്പിക്കാൻ രാജരാജ ചോളന് സാധിക്കുന്നുണ്ട്. പൊന്നിയിൻ സെൽവൻ എന്ന് ഇപ്പോഴും അറിയപ്പെടുന്ന രാജരാജ ചോളൻ്റെ മകനാണ് രാജേന്ദ്ര ദേവ ചോളൻ ഒന്നാമൻ. ഇദ്ദേഹമാണ് പിന്നീട് ചോള രാജവംശത്തിൻ്റെ രാജാവാവുന്നത്. ഇദ്ദേഹവും നിസാരക്കാരനായിരുന്നില്ല. തൻ്റെ അച്ഛൻ ശ്രീലങ്കയുടെയും ഈ മാലിദ്വീപിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചില ഭാഗങ്ങളൊക്കെയാണ് കീഴടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകൻ ചെയ്യുന്നത് അച്ഛൻ കീഴടക്കാത്ത മറ്റു ഭാഗങ്ങൾ കൂടെ കീഴടക്കി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതുകൂടാതെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തേക്കും ഇദ്ദേഹം പോകുന്നുണ്ട്. ഗംഗാ നദീതീരത്തൂടെ പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. അവിടം ഭരിക്കുന്നത് പാലാ രാജവംശമാണ്. ആ രാജവംശത്തെയും ഇദ്ദേഹം കീഴടക്കി. രാജേന്ദ്ര ചോളൻ ചെയ്യുന്നത് ഗംഗയിലെ പുണ്യജലം കൊണ്ടുവന്ന് തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ വാട്ടർ ടാങ്ക് ശുദ്ധീകരിക്കുക കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഗംഗൈ കൊണ്ട ചോളൻ എന്നും ഇദ്ദേഹം പിൽക്കാലത്ത് അറിയപ്പെടുകയാണ്. ഈ സംഭവം നടന്നതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഗൂഗിളിലെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അന്ന് രാജേന്ദ്ര ചോളൻ ആ ഗംഗാജലം കൊണ്ടുവന്ന ആ സ്ഥലം ഇപ്പോഴും അറിയപ്പെടുന്നത് ഗംഗൈ കൊണ്ട ചോളപുരം എന്ന് തന്നെയാണ്. അരുൾമൊഴി വർമ്മൻ എന്ന് പേരുണ്ടായിരുന്ന രാജാവ് രാജരാജ ചോളൻ എന്നറിയപ്പെടാനുണ്ടായ കാരണം അദ്ദേഹം കടൽ കടന്ന് മറ്റ് രാജ്യങ്ങൾ, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ പോലും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര ചോളനാണെങ്കിൽ അച്ഛൻ കീഴടക്കിയതിൻ്റെ ബാക്കി പ്രദേശങ്ങൾ കൂടെ വളരെ നിഷ്പ്രയാസം കീഴടക്കി ഉത്തരഭാഗങ്ങളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് ബംഗാളും എല്ലാം കീഴടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോള രാജവംശത്തിലെ ഏറ്റവും വീരന്മാരായിട്ടുള്ള രാജാക്കന്മാരായി ഇപ്പോഴും കണക്കാക്കുന്നത് രാജരാജ ചോളനെയും അദ്ദേഹത്തിൻ്റെ മകൻ രാജേന്ദ്ര ദേവ ചോളനെയുമാണ്. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനും വാസ്തുവിദ്യയ്ക്കും ശില്പകലയ്ക്കുമെല്ലാം നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് നമുക്ക് കാണാൻ പറ്റും. ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആരാധനയുടെ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വിനിമയ കേന്ദ്രങ്ങളും ഇതേ ക്ഷേത്രങ്ങൾ തന്നെയായിരുന്നു. ഇവരുടെ കാലത്ത് തന്നെ വികസിച്ച് വന്ന ശില്പകലകൾ വളരെ പ്രസിദ്ധമാണ്. നമുക്കിപ്പോഴും ആർക്കിയോളജിക്കൽ തെളിവുകളുണ്ട്. അതായത് വെങ്കല പ്രതിമകളുടെ ഫിനിഷിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അത്രത്തോളം ഡീറ്റെയിലിങ്ങുമാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാം വീടുകളിൽ അല്ലെങ്കിൽ ഈ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വെക്കുന്ന നടരാജ വിഗ്രഹങ്ങൾ നമുക്കറിയാം, അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടി വെക്കുന്ന നടരാജ വിഗ്രഹങ്ങൾ ഇവരുടെ സംഭാവനയാണ്. നടരാജ വിഗ്രഹം ആദ്യമായി കണ്ടെടുക്കുന്നത് ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. അത്രയും വലിയൊരു പ്രാധാന്യമാണ് ശില്പകലയ്ക്ക് ചോള രാജാക്കന്മാർ നൽകിയിരുന്നത്. രാജരാജ ചോളൻ്റെയും രാജേന്ദ്ര ചോളൻ്റെയും ഭരണകാലത്താണ് ഒരു സ്ഥിരഭരണവും ഭരണ സംവിധാനങ്ങളും, എന്തിന് മറ്റ് രാജ്യങ്ങൾ കടൽ കടന്ന് മറ്റ് രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുന്നതിന് ഒരു സ്ഥിരം നാവികസേനയും വന്നു ചേർന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സൈനിക പടത്തലവനായിരുന്നു വല്ലവരയ്യൻ വന്ധ്യദേവൻ. ഈ വല്ലവരയ്യൻ വന്ധ്യദേവൻ എന്ന് പറയുന്നത് രാജരാജ ചോളന്റെ സഹോദരിയെ വിവാഹം കഴിച്ച ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സൈനിക പടത്തലവനായ വല്ലവരയ്യൻ വന്ധ്യദേവനാണ് പൊന്നിയിൻ സെൽവൻ എന്ന രീതിയിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
എന്നാൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം തകരാൻ വലിയ പ്രയാസമില്ലായിരുന്നു. ഈ രാജേന്ദ്ര ചോളൻ്റെ ഭരണത്തിന് ശേഷം വന്ന രാജാക്കന്മാരുടെ സ്വഭാവം തന്നെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. അഴിമതിയും കൊട്ടാരത്തിൽ നടന്ന തർക്കങ്ങളും അധികാര വടംവലികളും അതുപോലെ രാജാക്കന്മാരുടെ കഴിവില്ലായ്മയും നമ്മൾ അനുമാനിക്കുന്ന കാര്യങ്ങളാണ്. ചാലൂക്യന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും ആക്രമണം പലപ്പോഴും ഈ ചോള സാമ്രാജ്യത്തിന് നേരെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. 1279 അങ്ങനെ മാരവർമ്മൻ കുലശേഖര പാണ്ഡ്യൻ രാജേന്ദ്ര ചോളൻ മൂന്നാമനെ, നമ്മൾ മുകളിൽ പറഞ്ഞ രാജേന്ദ്ര ചോളനല്ല, രാജേന്ദ്ര ചോളൻ മൂന്നാമനെ പരാജയപ്പെടുന്നതോടെ ഈ ചോള സാമ്രാജ്യത്തിൻ്റെ പതനം പൂർണ്ണമാവുകയാണ്. നമുക്കറിയാം, ഭരിക്കാൻ ശക്തിയില്ലാത്ത കഴിവില്ലാത്ത ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഈ കടൽ കടന്നുള്ള ഇത്രയും പ്രദേശങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനം ഉണ്ടായിരുന്ന ഇത്രയും പ്രദേശങ്ങളൊന്നും ഭരിക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുകൊണ്ട് കാലക്രമേണ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് 1279 ചോള സാമ്രാജ്യത്തിൻ്റെ പതനം പൂർണ്ണമായി എന്ന് തന്നെയാണ്. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചോള രാജവംശത്തിൻ്റെ യഥാർത്ഥ ചരിത്രമാണ്. കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നിയിൻ സെൽവൻ എന്നൊരു നോവലുണ്ട്. അതൊരു നോവലാണ്, യഥാർത്ഥ സംഭവങ്ങളുമായി കുറച്ചെല്ലാം ബന്ധമുള്ള ഒരു നോവലാണ്. അതൊരു ഹിസ്റ്ററി ടെക്സ്റ്റ് അല്ല. എങ്കിലും ഈ ചോള രാജവംശത്തിൻ്റെ കഥ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ നോവലിലെ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥ ചരിത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ചരിത്രം വളരെ ചുരുക്കി ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ്. ചരിത്രമാണ്, കുറച്ച് ഡ്രൈ ടോപ്പിക്കാണ്, കേൾക്കാൻ എത്രമാത്രം രസമുണ്ടായി എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻ്റായിട്ട് എഴുതുക. കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഇന്ന് തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്കെന്തായാലും മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.